നമ്മുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റുമാണ് സുമേഷ്. ഇത്തവണ നമ്മൾ വിചാരിച്ചെടുത്ത് കാര്യങ്ങൾ എത്തുമെന്ന് ഉറപ്പിച്ചിരുന്നത് എല്ലാം കൈവിട്ടുപോയി. ഒറ്റയടിക്ക് അമൃത എല്ലാ കളിയും ജയിച്ചു. അവൾക്കെതിരെയുള്ള കേസും ഇല്ലാതായി. ഇപ്പതാ കേസിലെ പ്രതിയെ ആതിര വിളിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു. എന്നാലും അവൾ ആള് കൊള്ളാലോ. ഒറ്റയ്ക്ക് ഒരുത്തനെ അടിച്ചിട്ട് അവനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഏൽപ്പിക്കണമെങ്കിൽ അവള് ചില്ലറക്കാരിയല്ല. അവളുടെ മഹത്വം പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ കാര്യം നടക്കില്ല. ഇനിയിപ്പോ പഞ്ചരക്തം തുറക്കുന്നതോടെ എല്ലാം അവൾക്ക് അനുകൂലമാവും. അവളുടെ ചിരി കണ്ടു നിൽക്കാൻ എനിക്ക് വയ്യ. അവളുടെ ചിരിയേക്കാൾ എന്റെ പ്രശ്നം ആകാശിന്റെ ചിരിയാ. നാണക്കേട് കാരണം അവന്റെ മുഖത്ത് നോക്കാൻ പറ്റില്ല. നീ ഇങ്ങനെ തുറച്ചു നോക്കിയിട്ടൊന്നും കാര്യമില്ല. കല്യാണം കഴിഞ്ഞ് ഇത്ര നാളായിട്ടും കുട്ടികളാവാത്ത എന്താണെന്ന് നാട്ടുകാർ മുഴുവനും ചോദിക്കുന്നുണ്ട്. ഇപ്പൊ അഖില ഗർഭിണി ആയതോടെ ഇനി എങ്ങനെ പുറത്തിറങ്ങി നടക്കും? അതാണോ വലിയ പ്രശ്നം? എടോ, എനിക്കത് തന്നെയാ പ്രശ്നം. ആകാശിന്റെ കല്യാണം കഴിഞ്ഞ് 1.5 മാസേ ആയുള്ളൂ. അവൻ കാര്യം സാധിച്ചു. ഞാനിങ്ങനെ ആണെന്നും പറഞ്ഞു വെറുതെ നടക്കേയുള്ളൂ. അതെ, ഒന്നും ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ലല്ലോ. സുമേഷിന്റെ അമ്മ എന്റെ അമ്മയെ പറ്റിച്ച സ്വർണം എപ്പ എന്റെ കയ്യിൽ കിട്ടുന്നോ അന്ന് സുമേഷിന്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കും. അപ്പൊ ഈ ജന്മത്ത് അത് നടക്കില്ല. ദിവ്യൻ, നീ ഒന്ന് ആലോചിച്ചു നോക്ക്. ഈ കേസിൽ നാണക്കേട് എനിക്ക് മാത്രമല്ല, നിനക്കും കൂടിയാ. അഖില ഗർഭിണിയാണെന്ന് പുറത്തറിയുന്നോടെ ആളുകൾ നിന്നെയും കളിയാക്കും. അവള് പ്രസവിച്ച് ആ കൊച്ചിനെയും കൊണ്ട് നമ്മുടെ മുന്നിലൂടെ നടക്കുന്ന കാര്യം നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത് അവള് പ്രസവിച്ച് കഴിഞ്ഞിട്ടുള്ള കാര്യമല്ലേ? ഗർഭമുണ്ടായ പിന്നെ പ്രസവിക്കായിരിക്കൂ? അത് നമുക്ക് കാണാം. ഈ ലോകത്ത് ഗർഭിണിയായ എല്ലാവരും പ്രസവിച്ചിട്ടൊന്നും ഇല്ലല്ലോ. പ്രസവം വരെ ഇനി എത്ര നാൾ കിടക്കുന്നു? അതിനിടയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട്. രാവിലെ ഒരുങ്ങിക്കെട്ടി എങ്ങോട്ടാ? അപ്പൊ അതൊന്നും ഇതുവരെ അറിഞ്ഞില്ലേ? ഞങ്ങളുടെ ഹോട്ടൽ ഇന്ന് ഓപ്പൺ ചെയ്യും. വിളക്ക് കൊളുത്തി ഗണപതിക്ക് നീതിച്ച് 11:30 ആദ്യ ഊണ് വിളമ്പും. ഹോട്ടല് തുറക്കുന്നിടത്ത് നിനക്കെന്താ കാര്യം? നീയേ ഇപ്പൊ ഈ വീട്ടിലൊരു അംഗമാ. പഞ്ചരത്നത്തിലെ ഹോട്ടല് തുറന്നാലും അടച്ചാലും നിനക്കെന്താ? എനിക്ക് അവകാശമുണ്ട്. ഞങ്ങൾ 5 പേരുടെയും സ്വത്താ പഞ്ചരത്നം. അങ്ങനെ മനക്കോട്ട കെട്ടിയിരുന്നോ? ആ ഭൂമി അമൃതയുടെ പേരില്, ഹോട്ടലിന്റെ ലൈസൻസും അവളുടെ പേരില്. അവളുടെ കല്യാണം കൂടി കഴിഞ്ഞല്ലേ അനിയത്തിമാര് ബന്ധവും പറഞ്ഞു ചെന്നാ ഓടിക്കോള്. വെറുതെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കല്ലേ. ഞങ്ങൾ 5 പേരും 5 അല്ല, 1. ഒറ്റ മനസ്സാ. ഇതൊക്കെ പറയാൻ കൊള്ളാം. അനുഭവത്തിൽ വരുമ്പോ പഠിച്ചോളൂ. ശരി, ഞാൻ പഠിച്ചോളാം. എന്റെ കാര്യത്തില് ദിവ്യയുടെ ഉപദേശം വേണ്ട. അല്ല, പോണ്ടെന്ന് എന്റെ ഒരു അഭിപ്രായം. പഞ്ചരത്നത്തിലേക്ക് പോകുന്നത് ആന്റിക്ക് ഇഷ്ടപ്പെടൂല. എനിക്ക് ആകാശന്റെ ഇഷ്ടം മാത്രം നോക്കിയാൽ മതി. എന്റെ വീട്ടിലേക്ക് പോകുന്നതിന് എനിക്ക് മറ്റാരുടെ അനുവാദം ആവശ്യമില്ല. സഹദേവൻ അങ്കിളിനോടെങ്കിലും ചോദിക്കണ്ടേ? ചോദിക്കേണ്ട ആവശ്യമില്ല. മാമന് നമ്മുടെ മനസ്സറിയാം. എങ്കിലും ഞാൻ പറയും, പറഞ്ഞിട്ടേ പോവൂ. കണ്ടില്ലേ കെട്ടുകാഴ്ച? അണിഞ്ഞിരിക്കി പോവാക്കില്ല. എങ്ങോട്ട്? പഞ്ചരത്നത്തില് പഞ്ചനക്ഷത്ര ഹോട്ടൽ തുടങ്ങാൻ. ഇന്നാണ് അവര് ഹോട്ടൽ തുടങ്ങുന്നതല്ലേ? സഹദേവേട്ടൻ എന്നോട് സൂചിപ്പിച്ചിരുന്നു. ആന്റി, അവര് ഹോട്ടൽ തുടങ്ങട്ടെ. അതിന് ഇവളെന്തിനാ പോകുന്നേ? അവള് ചെല്ലാതെ പറ്റുമോ? പഞ്ചരത്നത്തിലെ ഒരു രത്നമില്ലേ അവള്? ഇത് രത്നമൊന്നുമല്ല, വെറും കരിക്കട്ട. ഏതിലെങ്കിലും പോട്ടെ. അയ്യങ്ങനെ നിസ്സാരാക്കി വിടല്ലേ അവളെ. ഈ പോക്കത്ര നല്ലതിനല്ല, തടയണം.
എന്തിന്? ഓ ഇത് ആന്റിക്ക് ബുദ്ധിയില്ലെന്ന് പറയുന്നേ. ദേ പഞ്ചരത്നം വീണ്ടും പച്ച പിടിക്കും. ക്രമേണ അഖില ആകാശിനെയും അങ്ങോട്ടേക്ക് വലിക്കും. ജോലി ഇല്ലാതിരിക്കുന്ന അവൻ ഹോട്ടലിന്റെ ഭാഗമാകും. എന്നിട്ട് അവൻ ആഗ്രഹിക്കുന്നത് പോലെ ഹെൽത്ത് ക്ലബൊക്കെ ഉണ്ടാക്കാൻ സഹായിക്കും. ദേ അതുകൊണ്ട് എന്താ സംഭവിക്കാന്നറിയാമോ? ആകാശ് അവളുടെ ഭാഗത്താവും അല്ലേ? സംശയം എന്താ? നിലവിൽ അഭിമന്യു വിവേകും അവരുടെ കൂടെ ഉണ്ട്. ആകാശം കൂടിയാവുമ്പോ ബലം വർദ്ധിക്കും. അപ്പോഴെന്താ സംഭവിക്കുക?